തീരദേശ ഹർത്താൽ വിവിധയിടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലെ വിവരങ്ങളാണ് ഷാജഹാൻ അല്പസമയം മുമ്പ് പങ്കുവച്ചത്. 24 മണിക്കൂർ ഹർത്താലാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തത്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? ഹർത്താൽ ഇന്ന് പുലർച്ചെ 12 മണിക്ക് ഹർത്താൽ ആരംഭിച്ചു. ഇന്ന് രാത്രി 12 മണി വരെ തുടരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ശക്തികുളങ്ങര ഹാർബറിലാണ്. ഹാർബറിൽ ഇതിൻ്റെ ഈ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ യോഗം നടക്കുന്നുണ്ട്. MLA ചവറ MLA സുജിത് വിജയൻപിള്ള ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഇതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് ഈ സമരത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കും. അതേസമയം തന്നെ ഇതിപ്പോൾ കൊല്ലം പരപ്പ് എന്ന് പറയുമ്പോൾ അമ്പലപ്പുഴ മുതൽ വർക്കല വരെ വരുന്ന 85 കിലോമീറ്റർ വരുന്ന നീളത്തിലുള്ള തീരപ്രദേശത്തിലെ കേരളത്തിൻ്റെ തീരം മുഴുവനും സ്തംഭിച്ചിരിക്കുകയാണ്. കൊല്ലം പരപ്പിൻ്റെ ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സമരം ആരംഭിച്ചതോടെ, ഹർത്താൽ ആരംഭിച്ചതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ യന്ത്രവൽകൃത ബോട്ടിൽ ഈ ആഴക്കടൽ മത്സ്യബന്ധനവും ഉപരിതല മത്സ്യബന്ധനം ഈ രണ്ട് വിഭാഗങ്ങളും ഇപ്പോൾ പൂർണ്ണമായും പണിമുടക്കിയിരിക്കുകയാണ്. ഹർത്താൽ തുടരുകയും ചെയ്യുന്നുണ്ട്. തീരമേഖലയിൽ ഒരു സ്ഥാപനങ്ങൾ പോലും തുറന്നിട്ടില്ല. ഹർത്താൽ പൂർണ്ണ വിജയം എന്നതിന് നമുക്ക് ശരി, 24 മണിക്കൂർ ഹർത്താൽ പുരോഗമിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.